പാലാ നഗരസഭയിൽ UDF ഭരണം തുടരും. രണ്ടാം ടേമിൽ വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസിന് നൽകും. വൈസ് ചെയർമാൻ സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് ബിനു പുളിക്കക്കണ്ടം പിൻവാങ്ങിയിരിക്കുന്നു. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി ചേരുകയാണ്. ഷിനോജ്, സ്ഥാനം പോയാലും ഭരണം തുടരേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിലാണോ പിന്മാറ്റം? കഴിഞ്ഞ ഒരാഴ്ചയായി പാലാ നഗരസഭയിലെ ഭരണപക്ഷ കൗൺസിലർമാർ തമ്മിൽ അതിരൂക്ഷമായ തർക്കവും പല വിധത്തിലുള്ള കേസുകളും ഒക്കെ തന്നെ കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും നഗരസഭയുടെ ഭരണത്തിൽ UDF തന്നെ തുടരും എന്ന തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. അല്പസമയം മുൻപ് ചേർന്ന യോഗത്തിലാണ് UDFന്റെ യോഗത്തിലാണ്, കൗൺസിലർമാരുടെ യോഗത്തിലാണ് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പറയുന്നത്, നേരത്തെ ഈ ഭരണസമിതി രൂപീകരിക്കുന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ചെയർപേഴ്സന്റെയും വൈസ് ചെയർമാനുമായി ബന്ധപ്പെട്ട കാലാവധിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്നു. അന്നത്തെ ധാരണ എന്ന് പറയുന്നത്, ആദ്യത്തെ 6 മാസം കഴിയുമ്പോൾ വൈസ് ചെയർമാൻ സ്ഥാനം ബിനു പുളിക്കക്കണ്ടത്തിന് നൽകണം എന്നതായിരുന്നു. അങ്ങനെ അച്ഛനും മകളും, അതായത് ചെയർപേഴ്സണായി ദിയ അവിടെയുണ്ട്, പിതാവ് ബിനു പുളിക്കക്കണ്ടം ഭരണസമിതിയിലേക്ക് വൈസ് ചെയർമാനായി വരുന്നു. അങ്ങനെ അച്ഛനും മകളും ചേർന്ന് നഗരസഭ ഭരിക്കുന്നു എന്ന തരത്തിലൊരു ആക്ഷേപമാണ് കോൺഗ്രസ് കൗൺസിലർമാരൊക്കെ തന്നെ ഉയർത്തിയിരുന്നത്. 6 മാസം അടുത്ത ആഴ്ചയോടുകൂടി പൂർത്തിയാവുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ രണ്ടാം ടൈം, അതായത് വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസിന് നൽകാം ഒരു ധാരണയിലേക്ക് നിലവിലിപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് വഴങ്ങി, കോൺഗ്രസിന്റെ ആവശ്യത്തിന് മുന്നിൽ പുളിക്കക്കണ്ട കുടുംബം വഴങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. രണ്ടാമത്തെ ടൈം വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസിന് നൽകിയുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുലയാണ് നിലവിൽ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ശരി, ഷിനോജ് എസ് ടി വിവരങ്ങൾ നൽകിയത്.